കശുവണ്ടി മേഖലയുടെ രക്ഷയ്ക്കായി ജില്ലാ കശുവണ്ടി വ്യവസായികളുടെ കൂട്ടായ്മ പ്രതിനിധി ദിലീപ് ഷാ കാൽനടയായി നടത്തുന്ന സെക്രട്ടേറിയറ്റ് സമരയാത്ര 17-ന് കൊട്ടാരക്കരയിലെത്തി ഒന്നാം ഘട്ട സമരം അവസാനിപ്പിച്ചു. ദിലീപ് ഷാ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കശുവണ്ടി മേഖലയുടെ രക്ഷ തേടിയുള്ള ദിലീപ് ഷായുടെ രണ്ടാം ഘട്ട സമരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെത്തുകയും രക്തസാക്ഷികളെ ആദരിച്ചുകൊണ്ട് എല്ലാ വ്യവസായ സംഘടനകളുടെയും പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സമര ആവശ്യങ്ങൾ പ്രഖ്യാപിച്ചു. ഈ ഒരു വ്യവസായത്തിൽ നമ്മൾ വളരെ പോസ്റ്റ്മോർട്ടം നടത്തി പരിശോധിച്ച് രക്ഷിച്ചാലേ പറ്റുള്ളൂ. വളരെ 2 ലക്ഷത്തോളം തൊഴിലാളികൾ കൊല്ലം ജില്ലയിൽ മാത്രം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് കശുവണ്ടി മേഖല. 2 ലക്ഷത്തോളം സ്ത്രീ തൊഴിലാളികൾ കൊല്ലം ജില്ലയിൽ മാത്രം ജോലി എടുക്കുന്ന ഒരു മേഖലയാണ് കശുവണ്ടി വ്യവസായം. ഈ യാത്ര പോയപ്പോൾ ഇവിടുത്തെ എല്ലാ ജില്ലാ നേതാക്കളെയും കണ്ടാണ് പോയത്. കുണ്ടറ എത്തിയപ്പോൾ കശുവണ്ടി വ്യവസായം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഓർമ്മയിൽ ഓടിയെത്തുന്നത് സഖാവ് മേഴ്സിക്കുട്ടി അമ്മയാണ്. കശുവണ്ടി വ്യവസായത്തിന്റെ നമ്മളെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു കശുവണ്ടി വകുപ്പ് മന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ട സഖാവ് മേഴ്സിക്കുട്ടി അമ്മയാണ്. ഞാൻ EMS ഭവനിൽ പോയി കുട്ടറ പാർട്ടി ഓഫീസിൽ പോയി സഖാവ് മേഴ്സിക്കുട്ടി അമ്മയെ കണ്ട് പിന്തുണ വാങ്ങിയാണ് ഞാൻ എൻ്റെ യാത്ര അവിടെ നിന്ന് ആരംഭിക്കുന്നത്. കുട്ടറയിൽ പോകുന്ന വഴിയിൽ തന്നെ അവിടെ കയറി സഖാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ഇപ്പോഴും തൊഴിലാളികൾ തകർന്നടിഞ്ഞ വ്യവസായികളുടെ കൂടെ എല്ലാ ആവശ്യങ്ങൾക്കും നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് സഖാവ് മേഴ്സിക്കുട്ടി. മൂന്നാം ഘട്ട സമരം ജനുവരി 29-ന് പാളയത്ത് നിന്ന് ആരംഭിച്ച് വ്യവസായികളോടൊത്ത് റിസർവ് ബാങ്കിന്റെ മുന്നിലെത്തും. ബാങ്കിന്റെ കൺസോർഷ്യമായ SLBC ബാങ്കായ കാനറ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വ്യവസായികളുമൊത്ത് അവിടെയും കാര്യങ്ങൾ ബോധിപ്പിക്കും. അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനമായ സെക്രട്ടേറിയറ്റിൽ കശുവണ്ടി വ്യവസായികളുമായി പോയി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെയാണ് ഈ സമരമെന്ന് ദിലീപ് ഷാ പറഞ്ഞു. നമ്മൾ 3 ആവശ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, തകർന്നടിഞ്ഞ വ്യവസായികൾക്ക് മാത്രമായി. നിലവിലുള്ള വ്യവസായികൾക്ക് പല പാക്കേജുകളും സർക്കാർ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നിലവിലുള്ള വ്യവസായികൾ. പക്ഷെ തകർന്നടിഞ്ഞ വ്യവസായികൾക്ക് മാത്രമായി ഒരു രക്ഷാ പാക്കേജ് വേണം. അതാണ് ഒന്നാമത്തെ ആവശ്യം. തകർന്നടിഞ്ഞ വ്യവസായികൾക്ക് നമ്മളെ എല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ സകല മിഷനറികളും നശിച്ച് 7-8 വർഷമായി അങ്ങനെ ഈ വ്യവസായികളെ സ്കിൽഡാണ്. അപ്പൊ നമ്മളെ മാറ്റി നിർത്താതെ നമ്മളെ ഇനിയും ഒരു റിവൈവലിലൂടെ പുനരുദ്ധരിച്ച് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ തകർന്നടിഞ്ഞ വ്യവസായികൾക്ക് മാത്രമായി ഒരു രക്ഷാ പാക്കേജ് വേണം. രണ്ടാമത്തെ ആവശ്യം, OTS ബാങ്കുകൾ തന്നിട്ട് ബാങ്കുകൾ OTS ഒരുപാട് പൈസ കഴിഞ്ഞോളെല്ലാം പറഞ്ഞാണ്, മൊത്തം കാര്യങ്ങൾ പറഞ്ഞാണ് അത് പറ്റിക്കപ്പെട്ടു. അപ്പൊ എന്റെയും മറ്റ് വ്യവസായിയുടെ അക്കൗണ്ട് ഗവൺമെന്റ് ജിയോ പ്രകാരം SLBC ബാങ്കാണ് അതിനകത്തുള്ളൂ. ബാങ്കുമായി ഗവൺമെന്റ് ഒരു നോഡൽ ഓഫീസറെ വെച്ചിട്ടുണ്ട്. ക്യാഷിന് ഇങ്ങനെ സ്കീം ഉണ്ടാക്കി ഒരു നോഡൽ ഓഫീസറെ വെച്ചിട്ടുണ്ട്. ആ നോഡൽ ഓഫീസറെ വെച്ചുകൊണ്ട് എന്റെയും എന്നെ പോലുള്ള വ്യവസായികളുടെ അക്കൗണ്ട് ഒരു ഇറങ്ങിയിലൂടെ പുനഃപരിശോധിക്കും. കാര്യം ഇറങ്ങിയിലൂടെ പുനഃപരിശോധിച്ചാലേ അറിയാവൂ. ബാങ്കുകൾ പറയുന്നത് നമ്മളെല്ലാം ചെയ്തത് അവര് വ്യവസായിയുടെ ഭാഗത്താണ് കുറ്റമാണ്. പക്ഷെ വ്യവസായിയുടെ ഭാഗത്ത് കുറ്റമില്ലാന്ന് അറിയണമെങ്കിൽ വ്യവസായ വകുപ്പ് ഒരു ഹിയറിംഗ് വെക്കണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.